പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫൈനൽ ടോപ്പിക്കാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് 6 മാർക്കാണ് അതിൽ നിന്ന് വരുന്നത്. അതിൽ ഒന്നാമത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളിത് കാണാൻ ശ്രമിക്കുക. ആ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു ബുക്കും പേനയുമായിട്ടിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ തലയിൽ നിൽക്കാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്ത് വച്ചേക്കുക. ചെറിയ നോട്ടായിട്ട് എഴുതിയെടുത്ത് വച്ചേക്കുക. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക, പിന്നെ അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് സ്വന്തമായിട്ട് കണ്ടെത്തി പിന്നെയും പഠിച്ച് എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോലി വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും വിവിധ ഇനം വനങ്ങളെക്കുറിച്ച് അറിയാമല്ലോ, അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെയും അതേപോലെ തന്നെ കേരളത്തിലെയും വളരെ വ്യത്യാസങ്ങളുള്ള പലതരത്തിലുള്ള ഇമ്പോർട്ടൻസ് ഉള്ള വനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു വന്യജീവി സമൂഹം, വന്യജീവി സങ്കേതം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് വിവിധ ഇനം വനങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊന്നാമത്തേത് ഇന്ത്യയിലെ വനങ്ങളാണ്. നിങ്ങൾ കണ്ടല്ലോ, ഈ 2 ഫോട്ടോസ് കണ്ടല്ലോ. അപ്പോൾ ഇന്ത്യയിലെ വനങ്ങളാണ്. നമ്മൾ എല്ലാ വനങ്ങളും ഒരേപോലെയാണ്, എന്നാൽ പല നമ്മുടെ ക്ലൈമറ്റ് ആയാലും അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമുക്ക് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, പരിസ്ഥിതിക്ക് അനുയോജ്യമായി ഒരു പ്രദേശത്ത് ആവിർഭവിച്ച സസ്യജാലങ്ങളാണ് ആ പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നൈസർഗിക സസ്യജാലങ്ങൾ? നമ്മുടെ ഒരു പരിസ്ഥിതിയുണ്ട്, ആ ഒരു പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ട് ആ ഒരു പരിസ്ഥിതിയുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോവാൻ ആ ഒരു രീതിയിലുള്ള അങ്ങനെ ഒരു ആവിർഭവിച്ച സസ്യജാലങ്ങളെയാണ് ആ പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങളെന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് ആ ഒരു സസ്യജാലങ്ങൾ മാത്രമേ കാണുള്ളൂ, വേറൊരു സ്ഥലത്ത് ആ ഒരു സസ്യജാലങ്ങൾ മാത്രമേ കാണുള്ളൂ. മനസ്സിലായല്ലോ? ആ ഒരു ഏരിയയ്ക്ക് അനുസൃതമായിട്ട് വളർന്നു വന്ന സസ്യജാലങ്ങൾ, അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നു. അതാണ് ഇവിടെ പറയുന്നത്. പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ട് ഒരു പ്രദേശത്ത് ആവിർഭവിച്ച സസ്യജാലങ്ങളാണ് ആ പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങളെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത് പറയുന്നത്, നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? 4 ഘടകങ്ങളുണ്ട്. ഭൂപ്രകൃതി, കാലാവസ്ഥ, മഴയുടെ അളവ്, മണ്ണ്. അപ്പോൾ നമ്മുടെ നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഏതൊക്കെയാണ്? ഭൂപ്രകൃതി, കാലാവസ്ഥ, മഴയുടെ അളവ്, പിന്നെന്താണ്? മണ്ണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത് ഇന്ത്യയിലെ പ്രധാന നൈസർഗിക സസ്യജാലങ്ങൾ. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഉഷ്ണമേഖലാ മഴക്കാടുകൾ അല്ലെങ്കിൽ നിത്യഹരിത വനങ്ങൾ. അടുത്ത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ, മുൾച്ചെടികളും കുറ്റിക്കാടുകളും, കണ്ടൽ കാടുകൾ, പിന്നെ ഏതാണ്? പർവ്വത വനങ്ങളാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്? ഉഷ്ണമേഖലാ മഴക്കാടുകൾ അല്ലെങ്കിൽ നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ, മുൾച്ചെടികളും കുറ്റിക്കാടുകളും, പിന്നെന്താണ്? കണ്ടൽ കാടുകളുണ്ട്, പിന്നെ പർവ്വത വനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നൈസർഗിക സസ്യജാലങ്ങളെന്ന് പറയുന്നത്. എല്ലാം വ്യത്യസ്തമാണല്ലോ? വ്യത്യസ്തമാണ്. ഇപ്പോൾ ഉഷ്ണമേഖല മഴക്കാടുകൾ അല്ലെങ്കിൽ നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ, മുൾച്ചെടികളും കുറ്റിക്കാടുകളും, കണ്ടൽ കാടുകൾ, പർവ്വത വനങ്ങൾ. ഇതൊക്കെ ശ്രദ്ധിച്ച് വെച്ചേക്കുക. ഇത് സിമ്പിളായിട്ട് തള്ളിക്കളയരുത്. കാരണം അങ്ങനെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ PSCക്ക് ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അറിയാമല്ലോ, പല രീതിയിലും അവർക്ക് ചോദിക്കാൻ പറ്റും. അടുത്ത പോയിന്റ്, വാർഷിക വർഷപാതം വളരെ കൂടുതലുള്ള പശ്ചിമഘട്ടത്തിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ ഹിമാലയത്തിലും കാണപ്പെടുന്ന സസ്യവിഭാഗം ഏതാണ്? അത് ഉഷ്ണമേഖല മഴക്കാടുകളാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ വാർഷിക വർഷപാതം ഉണ്ടല്ലോ, വാർഷിക വർഷപാതം വളരെ കൂടുതലുള്ള പശ്ചിമഘട്ടത്തിലും, നമ്മുടെ പശ്ചിമഘട്ടത്തിൽ വാർഷിക വർഷപാതം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പശ്ചിമഘട്ടത്തിലും അതേപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ ഹിമാലയത്തിലും കാണപ്പെടുന്ന സസ്യവിഭാഗങ്ങളാണെന്ത്? നമ്മുടെ ഉഷ്ണമേഖലാ മഴക്കാടുകളെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ,
അടുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭം ഈ വടക്ക് കിഴക്കൻ അതേപോലെ തന്നെ തെക്ക് കിഴക്കൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ നമ്മളെ ഇന്ത്യയിലെ ആ ഒരു വടക്ക് കിഴക്കൻ ഭാഗം ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി, പെട്ടെന്ന് കിട്ടും. ഓക്കെ, അടുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത് കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമാണ് ഈ ഒരു അറ്റ്ലസ് മോത്ത്. അയ്യോ, ഒരു ഫോട്ടോ ഞാൻ ഇടാനുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അത് കുഴപ്പമില്ല, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത് കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശമാണ് ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത് എവിടെ കാണുന്നു? നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്നത് ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളിലാണ്. ഓക്കെ, അതെവിടെയാണ്? നമ്മുടെ വടക്ക് കിഴക്കേ ഭാഗം, അതേപോലെ തന്നെ പശ്ചിമഘട്ട മേഖല, വടക്ക് കിഴക്കൻ ഹിമാലയ ഭാഗങ്ങൾ, ഇവിടെയൊക്കെയാണ് നമ്മൾ ഉഷ്ണമേഖല നിത്യഹരിത അല്ലെങ്കിൽ മഴക്കാടുകൾ എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ട്? അറ്റ്ലസ് മോത്ത് കാണപ്പെടുന്നുണ്ട്. അടുത്ത് കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങൾ എന്താണ്? ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. അപ്പോൾ കാലികമായിട്ട് മാത്രം എന്ന് പറയുമ്പോൾ ഇടവിട്ടിടവിട്ട് മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങൾ ഏതാണ്? അത് നമ്മുടെ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, കാലികമായിട്ട് മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. അടുത്ത് മൺസൂൺ കാടുകൾ എന്നറിയപ്പെടുന്ന കാടുകളാണ് നമ്മുടെ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളെന്ന് പറയുന്നത്. അപ്പോൾ മൺസൂൺ കാടുകൾ എന്നറിയപ്പെടുന്ന കാടുകൾ ഏതാണ്ടാ? നമ്മുടെ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളെയാണ് നമ്മൾ മൺസൂൺ കാടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മൺസൂൺ കാടുകൾ എന്ന് പറയുമ്പോൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. അടുത്ത് ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന സസ്യജാലങ്ങൾ ഏതാണ്? ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന സസ്യജാലങ്ങൾ ഏതാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഉപദ്വീപ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഉപദ്വീപിൽ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന സസ്യജാലങ്ങൾ ഏതാണ്? ഓർത്തു വച്ചേക്കുക, ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് നമ്മുടെ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ ഭൂരിഭാഗം പ്രദേശത്തും കാണപ്പെടുന്ന സസ്യജാലം. ഏതാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ, മറക്കരുത്. അടുത്ത് രാജസ്ഥാൻ മരുഭൂമിയിലും ഉപദ്വീപിൻ്റെ മധ്യഭാഗങ്ങളിലും കാണപ്പെടുന്ന സസ്യജാലങ്ങൾ. അപ്പോൾ രാജസ്ഥാൻ മരുഭൂമിയിൽ ജലത്തിൻ്റെ അളവ് കുറവാണ്. അതേപോലെ തന്നെ നമ്മുടെ ഉപദ്വീപിൻ്റെ മധ്യഭാഗത്തും കാണപ്പെടുന്ന സസ്യജാലങ്ങൾ ഏതാണ്? അത് മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ്. നമ്മുടെ രാജസ്ഥാൻ മരുഭൂമി ഓർക്കുക, അതേപോലെ തന്നെ ഉപദ്വീപിൻ്റെ മധ്യഭാഗവും നിങ്ങൾ ഓർക്കുക. ഈ രണ്ട് ഭാഗത്തും എന്താണ്? മഴയുടെ അളവ് കുറവായിരിക്കും. അതുകൊണ്ട് അവിടെ എന്ത് കാണപ്പെടുന്നു? അവിടെ കാണുന്ന സസ്യജാലങ്ങൾ, പൊക്കമുള്ള സസ്യജാലങ്ങൾ അവിടെ കാണും? ഇല്ല. അവിടെ കാണുന്നത് മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് ആ ഒരു ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. അടുത്ത് കടലും പുഴയും ചേരുന്ന ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. കല്ലേൽ പൊക്കുടൻ അറിയാമല്ലോ, കണ്ടൽ കാടുകളാണ്. അപ്പോൾ കടലും പുഴയും ചേരുന്ന ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യങ്ങൾ ഏതാണ്? അത് കണ്ടൽ കാടുകളാണ്. അപ്പോൾ കണ്ടൽ കാടുകൾക്കിടയിലെ ജീവിതം കല്ലേൻ പൊക്കുടൻ്റെ ഒരു കൃതിയാണ്. കല്ലേൻ പൊക്കുടനെ എല്ലാവർക്കും അറിയാവുന്ന കരുതുന്നു. അപ്പോൾ കടലും പുഴയും ചേരുന്ന ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യങ്ങൾ ഏതാണ്? അത് നമ്മുടെ കണ്ടൽ കാടുകളാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടൽ കാടുകൾ. എല്ലാവർക്കും അറിയാലോ, ഇതാണ് നമ്മുടെ കണ്ടൽ കാടുകൾ. കണ്ടൽ കാടുകളുടെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്കടുത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റകളിൽ സുന്ദർബൻസ് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റകളിൽ, അതായത് സുന്ദർബൻസിൽ കാണപ്പെടുന്ന വനങ്ങളാണ് നമ്മുടെ കണ്ടൽ വനങ്ങളെന്ന് പറയുന്നത്. അറിയാമല്ലോ, നമ്മുടെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റകൾ എവിടെയായിരിക്കും? ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മുടെ കിഴക്കൻ തീരമാണ്. അപ്പോൾ ആ ഒരു ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റകളിൽ, അതായത് സുന്ദർബൻസ് പ്രദേശത്ത് കാണപ്പെടുന്ന വനങ്ങളാണ് നമ്മുടെ കണ്ടൽ വനങ്ങൾ. ഇതാണ് നമ്മുടെ കണ്ടൽ ചെടി, ഓർത്തു വെച്ചിരിക്കുക. ഇതിൻ്റെ വനങ്ങളാണ് അവിടെ കാണപ്പെടുന്നത്. അടുത്ത് സുന്ദർബൻസിൽ കാണപ്പെടുന്ന കണ്ടൽ വർഗ സസ്യമാണ് സുന്ദരി വനം. അപ്പോൾ സുന്ദരി മരം. അപ്പോൾ സുന്ദരി മരം കണ്ടിട്ടില്ലാത്തവർ ഇതാണ് നമ്മുടെ സുന്ദരി മരം എന്ന് പറയുന്നത്. ഇതുണ്ടല്ലോ നമ്മുടെ തൊട്ട് താഴെ, സുന്ദരി മരത്തിന് തൊട്ട് താഴെ കാണുന്നത് നമ്മുടെ കണ്ടൽ ചെടിയുടെ നമ്മുടെ മുകളിലേക്ക് പോകുന്ന ആ ഒരു ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ നിങ്ങൾ കാണുന്ന ഈ മരമാണ് നമ്മുടെ സുന്ദരി മരം എന്ന് പറയുന്നത്. അപ്പോൾ സുന്ദർബൻസിൽ കാണപ്പെടുന്ന കണ്ടൽ വർഗ സസ്യമാണ് നമ്മുടെ സുന്ദരി മരം എന്നാണ് പറയുന്നത്. സുന്ദരി മരം, ഇതാണ് ആ സുന്ദരി മരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയും കണ്ടില്ല എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സുന്ദരി മരം.
മരം. ഓക്കെ, ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലങ്ങളാണ് നമ്മുടെ കണ്ടൽ കാടുകളെന്ന് പറയുന്നത്. അപ്പോൾ ഉപ്പ് രസമുള്ള മണ്ണിൽ വളരുന്ന ഒരു പ്രത്യേകതരം സസ്യമാണ് നമ്മുടെ കണ്ടൽ കാടുകളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സുന്ദരി വനം, കണ്ടല്ലോ, മറക്കരുത്. ഓക്കെ, അപ്പോൾ ഉപ്പ് രസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേക തരം സസ്യമാണ് നമ്മുടെ കണ്ടൽ കാട്. അടുത്ത്, ഇന്ത്യയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ മാപ്പ് ആലോചിക്കുക. അപ്പോൾ പടിഞ്ഞാറാണോ കിഴക്കാണോ എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർത്തങ്ങ് പോകുക. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് ആന്ധ്രാപ്രദേശിൽ കണ്ടൽ വനമുണ്ട്, ഗോവയിലുണ്ട്, ഗുജറാത്തിലുണ്ട്, കേരളത്തിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. അപ്പോൾ നമ്മുടെ പടിഞ്ഞാറൻ തീരം മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇന്ത്യയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന പ്രദേശമാണ് ആന്ധ്രാപ്രദേശ്, ഗോവ, ഗുജറാത്ത്, കർണാടക, കേരളം. ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരപ്രദേശമാണിത്. ആ ഭാഗം നമ്മൾ കവറായി. അടുത്ത് കാണപ്പെടുന്നത് നമ്മുടെ ഒഡീഷ, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ. അപ്പോൾ നമ്മുടെ കിഴക്കൻ തീരത്ത് കാണപ്പെടുന്ന സ്ഥലങ്ങളാണ്. ഒഡീഷയിൽ കാണപ്പെടും, തമിഴ്നാട്ടിൽ കാണപ്പെടും, പശ്ചിമ ബംഗാളിൽ കാണപ്പെടും. അപ്പോൾ കിഴക്കൻ തീരത്ത് എവിടെയൊക്കെ കാണപ്പെടും? ഒഡീഷയിലുണ്ട് കണ്ടൽക്കാട്, തമിഴ്നാട്ടിലുണ്ട് കണ്ടൽക്കാട്, പശ്ചിമ ബംഗാളിലുണ്ട് കണ്ടൽക്കാട്. അടുത്ത് നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ദ്വീപുകളിലുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുണ്ട്, ദാമൻ ആൻഡ് ദ്വീപിലുണ്ട്, പിന്നെ പുതുച്ചേരിയിലുമുണ്ട്. അപ്പോൾ എവിടെയൊക്കെയുണ്ട്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുണ്ട്, ദാമൻ ദ്വീപിലുണ്ട്, പുതുച്ചേരിയിലുണ്ട്. ഓക്കെ, അപ്പോൾ ലക്ഷദ്വീപിൽ ഇല്ല. അപ്പോൾ ഒന്നുകൂടി പറയാം, ഇന്ത്യയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത്, ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മറ്റേ മാച്ച് ദ ഫോളോയിങ് ആക്കി അങ്ങനെയൊക്കെ ചോദിക്കാം, തെറ്റ് ഏതാണെന്ന് എടുത്ത് അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആന്ധ്രാപ്രദേശിലുണ്ട്, ഗോവയിലുണ്ട്, ഗുജറാത്തിലുണ്ട്, കർണാടകത്തിലുണ്ട്, കേരളത്തിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. നമ്മുടെ പടിഞ്ഞാറൻ തീരമാണ് ഇത്രയും ഭാഗം, അത് കഴിഞ്ഞു. അടുത്ത് ഉള്ളത് എവിടെയാണ്? കിഴക്കൻ തീരത്താണ്. ഒഡീഷയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, പശ്ചിമ ബംഗാളിലുണ്ട്, പിന്നെ എവിടെയുണ്ട്? അത് നമ്മുടെ കിഴക്കൻ തീരം കഴിഞ്ഞു. അടുത്തുള്ളത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ദാമൻ ദ്വീപിലും, പിന്നെ എവിടെയാണ്? പുതുച്ചേരിയിലും ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ കണ്ടൽ വനങ്ങൾ ഇത്രയും ഭാഗത്താണ് കാണപ്പെടുന്നത്. അടുത്ത്, ഇന്ത്യയിൽ കണ്ടൽ കാടുകളുടെ ആകെ വിസ്തൃതി. വല്ലാത്തൊരു ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇതൊരു പ്രത്യേകതരം നമ്മുടെ ഒരു പക്ഷിയാണ്. ഈ സമയത്ത് വരുന്നൊരു പക്ഷിയാണ്, അത് ഞാനിടയ്ക്ക് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ കണ്ടൽ കാടുകളുടെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് 4975 സ്ക്വയർ കിലോമീറ്ററാണ്. അപ്പോൾ ഇന്ത്യയിൽ കണ്ടൽ കാടുകളുടെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് എത്രയാണ്? 4975 സ്ക്വയർ കിലോമീറ്ററാണ്. ആകെ വിസ്തൃതിയുടെ 0.15% ഇന്ത്യയിൽ കണ്ടൽ കാടുകളുടെ ആകെ വിസ്തൃതി. ഓക്കെ, അപ്പോൾ കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എവിടെയായിരിക്കും? നമുക്കറിയാം, പശ്ചിമ ബംഗാളിലാണ്. 2112 സ്ക്വയർ കിലോമീറ്ററാണ്. അപ്പോൾ കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതൽ ഉള്ള സംസ്ഥാനം എവിടെയാണ്? നമ്മുടെ പശ്ചിമ ബംഗാളിലാണ്. ഓക്കെ, 2112 സ്ക്വയർ കിലോമീറ്റർ പശ്ചിമ ബംഗാളിൽ നിന്നുണ്ട് നമ്മുടെ കണ്ടൽ കാടുകൾ ഉണ്ട്. അടുത്ത്, ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടലുകൾ ഉള്ള വൻകര ഏത് വൻകരയാണ്? നമ്മുടെ ഏഷ്യ വൻകരയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ളത്. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ എവിടെയുണ്ട്? നമ്മുടെ ഏഷ്യ വൻകരയിലാണ് ഉള്ളത്. ലോകത്ത് ഏറ്റവും കുറച്ച് കണ്ടലുകൾ ഉള്ള വൻകര. അപ്പോൾ ലോകത്ത് ഏറ്റവും കുറച്ച് മാത്രം കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന വൻകര എവിടെയാണ്? അത് ആഫ്രിക്കയിലാണ് ഏറ്റവും കുറച്ച് കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന വൻകര. അടുത്ത്, കണ്ടൽ വൈവിധ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന വൻകര ഏത് വൻകരയാണ്? അത് ഏഷ്യ വൻകരയാണ്. അപ്പോൾ കണ്ടൽ വൈവിധ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന വൻകര ഏതാണ്? ഏഷ്യ വൻകരയാണ് കണ്ടൽ വൈവിധ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന വൻകര. അപ്പോൾ കണ്ടൽ വൈവിധ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന വൻകര ഏതാണ്? അത് ഏഷ്യ വൻകരയാണ്. എന്നാൽ കണ്ടൽ കാടുകളുടെ വൈവിധ്യത്തിൽ ഏറ്റവും കുറച്ച് കണ്ടൽ കാടുള്ള വൻകര എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കയാണ്. ഓക്കെ, എന്നാൽ കണ്ടൽ വൈവിധ്യത്തിൽ നമ്മുടെ ഏഷ്യ വൻകരയാണ് മുന്നിൽ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ളത് എവിടെയാണ്? നമ്മുടെ ഏഷ്യയിലാണ്. ഓക്കെ. അടുത്ത്, കണ്ടൽ കാടുകളുടെ വിസ്തൃതിയിൽ ലോകത്ത് 1-ാം സ്ഥാനത്തുള്ള രാജ്യം. അപ്പോൾ കണ്ടൽ കാടുകളുടെ വിസ്തൃതിയിൽ ലോകത്ത് 1-ാം സ്ഥാനം നമ്മുടെ ഇന്തോനേഷ്യയാണ്. അപ്പോൾ കണ്ടൽ കാടുകളുടെ വിസ്തൃതിയിൽ ലോകത്ത് 1-ാം സ്ഥാനം ഏത് രാജ്യമാണ്? അത് ഇന്തോനേഷ്യയാണ്. കണ്ടൽ കാടുകൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനം
നമ്മുടെ കേരളമാണ്. അപ്പോൾ ഏറ്റവും കുറവ് കണ്ടൽക്കാടുകളുള്ളത് 9 സ്ക്വയർ കിലോമീറ്ററിലാണ് നമ്മുടെ കേരളത്തിൽ കണ്ടൽക്കാടുകൾ ഉള്ളത്. അപ്പോൾ കണ്ടൽക്കാടുകളുടെ വിസ്തൃതിയിൽ ലോകത്ത് 1-ാം സ്ഥാനത്തുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്തോനേഷ്യയാണ്. കണ്ടൽക്കാടുകൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. 9 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ നമ്മുടെ കേരളത്തിൽ കണ്ടൽക്കാടുകൾ ഉള്ളൂ. ഓക്കെ, അടുത്ത് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള സംസ്ഥാനം എവിടെയാണ്? അത് ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ 404 സ്ക്വയർ കിലോമീറ്ററിൽ നമ്മുടെ ആന്ധ്രാപ്രദേശാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ എവിടെയാണ്? നമ്മുടെ ആന്ധ്രാപ്രദേശിലാണ് ഉള്ളത്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ളത്. അപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത്. അപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ളത് എവിടെയാണ്? നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. 616 സ്ക്വയർ കിലോമീറ്ററാണ് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കണ്ടൽക്കാടുകളുടെ ആ ഒരു ദൈർഘ്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ളത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. 616 സ്ക്വയർ കിലോമീറ്റർ. ഓക്കെ, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കുറവ് കണ്ടൽക്കാടുകൾ ഉള്ളത് നമ്മുടെ പുതുച്ചേരിയാണ്. പുതുച്ചേരി. അപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കുറവ് കണ്ടൽക്കാടുകളുള്ള എവിടെയാണ്? നമ്മുടെ പുതുച്ചേരി. എവിടെയാണ്? പുതുച്ചേരിയിലാണ് കുറവ് കണ്ടൽക്കാടുകൾ ഉള്ളത്. നദീമുഖങ്ങളിലും സമുദ്രതീരങ്ങളിലും കരയിടിച്ചിലിനെ ചെറുക്കുവാൻ സഹായിക്കുന്ന സസ്യജാലങ്ങളാണ് നമ്മുടെ കണ്ടൽക്കാടുകൾ. അപ്പോൾ കണ്ടൽക്കാടുകളുടെ ധർമ്മം അല്ലെങ്കിൽ അത് എങ്ങനെ സംരക്ഷിക്കുന്നു? നദീമുഖങ്ങളിൽ അതേപോലെ തന്നെ സമുദ്രതീരങ്ങളിൽ ഈ കര ഇടിച്ചിലുണ്ടല്ലോ, നമ്മൾ പുലിമുട്ട് നിർമ്മാണം, ഇതൊക്കെ കരയിടിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെല്ലാത്തിനും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കണ്ടൽക്കാടുകൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നദീമുഖങ്ങളിലും സമുദ്രതീരങ്ങളിലും കര ഇടിച്ചിലിനെ ചെറുക്കുവാൻ സഹായിക്കുന്ന സസ്യങ്ങളാണ് നമ്മുടെ കണ്ടൽക്കാടുകളെന്ന് പറയുന്നത്. കണ്ടൽക്കാടുകളുടെ വേരുപടലങ്ങൾ നിരവധി മത്സ്യ ഇനങ്ങളുടെ പ്രജനന കേന്ദ്രമാണ്. നിങ്ങൾ കണ്ടൽക്കാടുകൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ മീനുകൾ ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ യൂട്യൂബിൽ വ്ളോഗ്സ് കണ്ടു കഴിഞ്ഞാൽ ഈ കണ്ടൽക്കാടുകളിലൊക്കെ എന്ത് ചെയ്യുന്നു? അവർ ഫിഷിങ്ങിന് രാത്രി ഇറങ്ങുന്ന ആ ഒരു വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടൽക്കാടുകളുടെ വേരുപടലങ്ങൾ എന്താണ്? നിരവധി മത്സ്യ ഇനങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി കണ്ടൽക്കാടുകളെ റിസർവ് വനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമുണ്ട്. ഏതാണ്? നമ്മുടെ മഹാരാഷ്ട്രയാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ടൽക്കാടുകളെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്ട? നമ്മുടെ മഹാരാഷ്ട്രയാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ കണ്ടൽക്കാടുകളെ ഒരു റിസർവ് വനമായിട്ട് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മഹാരാഷ്ട്രയാണ്. ഓക്കെ, അടുത്ത് ഉയരം കൂടിയ പ്രദേശങ്ങളിൽ കാണുന്ന സ്തൂപികാഗ്ര വൃക്ഷങ്ങളും അതിശൈത്യമുള്ള പർവ്വതങ്ങളിലെ പായൽ വർഗ സസ്യങ്ങളും ഉൾപ്പെടുന്ന ജാലങ്ങളെയാണ് പർവ്വത വനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ കാണുന്ന സ്തൂപികാഗ്ര വൃക്ഷങ്ങളും അതിശൈത്യമുള്ള പർവ്വതങ്ങളിലെ പായൽ വർഗ സസ്യങ്ങളും ഉൾപ്പെടുന്ന സസ്യജാലങ്ങളെ പർവ്വതവനങ്ങളെന്നും പറയുന്നു. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ എവിടെ പോവാം? നമുക്ക് ഇടുക്കിയിൽ പോവാം, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഹിമാചൽ പ്രദേശ് ആ ഭാഗത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോകുമ്പോൾ എന്ത് കാണാൻ പറ്റും? സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മുകൾ ഭാഗം കൂർത്ത വൃക്ഷങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. അതെന്താണ്? അവിടെ അതിശൈത്യമുള്ള പർവ്വതങ്ങളാണ്. അപ്പോൾ ആ അവിടെ വൃക്ഷങ്ങളുണ്ട്, നമ്മുടെ സ്തൂപികാഗ്ര വൃക്ഷങ്ങളുണ്ട്. അതിൻ്റെ കൂടെ അവിടെ എന്തുണ്ട്? പായൽ വർഗ സസ്യങ്ങളും കാണപ്പെടുന്നു. അപ്പോൾ ഇതിനെ എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ എന്ന് പറയും? ഈ സസ്യജാലങ്ങളെ പർവ്വത വനങ്ങൾ എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? നമ്മുടെ ഹിമാചൽ പ്രദേശ് മാത്രം ആലോചിച്ചാൽ മതി, നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഹിമാചൽ പ്രദേശ്, നമ്മുടെ ജമ്മു കാശ്മീർ, ഗുജറാത്തിലെ നമ്മുടെ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് ഈ ഭാഗങ്ങളുടെയൊക്കെ നമ്മുടെ യൂട്യൂബിൽ വ്ളോഗേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? പർവ്വത വനങ്ങൾ എന്നാണ് പറയുന്നത്. ഈ പായൽ വർഗ സസ്യങ്ങളും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞത്. നമുക്കിനിയും പഠിക്കാനുള്ള കേരളത്തിലെ വനങ്ങളാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? തൊട്ടടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഓവറായി പോയി എന്ത് ചെയ്യും? അത് ടോട്ടൽ ബോറായി പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ കാണാം.